ജനസമക്ഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൂത്തുപറമ്പ് നഗരസഭയിലാണ്. നഗരസഭയുടെ BJPയുടെ പ്രതിനിധിയാണ് ഇപ്പോൾ നമ്മളുടെ കൂടെയുള്ളത്, ശ്രീ CK സുരേഷ്. നമസ്കാരം. എങ്ങനെയുണ്ട് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ? പുരോഗമിക്കുന്ന രീതിയിലാണ്? നല്ല രീതിയിൽ പ്രചരണ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് BJPയെ നോക്കി കാണുന്നത്. ഒരു ശക്തമായ CPMനെ നേരിടാനുള്ള ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന രീതിയിൽ BJPയെ നോക്കി കാണുന്നു. ഇപ്പോൾ കൂത്തുപറമ്പ് നഗരസഭയിലെ എല്ലാ വിഷയങ്ങളിലും ഇപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് നല്ല രീതിയിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ വലിയ സ്വാധീനമുള്ള കോൺഗ്രസിനേക്കാളും നഗരസഭയിൽ നമ്മളെക്കാട്ടും ഒരു സംഘടിത ശക്തി കോൺഗ്രസിനുണ്ട്. പക്ഷേ ആ കോൺഗ്രസ് ദുർബലമായി നിൽക്കുന്ന സമയത്ത് BJP നമ്മുടെ നിലവിലുള്ള ശക്തി വെച്ചുകൊണ്ട് എല്ലാ വിഷയത്തിലും അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈ കഴിഞ്ഞ 5 വർഷത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ തന്നെ നോക്കിയാൽ എല്ലാ വിഷയത്തിലും നമ്മുടെ ഒരു സാന്നിധ്യവും നമ്മുടെ പ്രതിഷേധവും നമ്മൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നഗരസഭയിൽ ഇപ്പം ഏത് തെരഞ്ഞെടുപ്പിലും നമ്മൾ സ്ഥാനാർത്ഥി പട്ടികയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ഇപ്രാവശ്യം നഗരസഭയിൽ അവതരിപ്പിച്ച BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പ്രത്യേകത വെച്ചാൽ കഴിഞ്ഞ തവണ നമ്മൾ ജനവിധി തേടിയ സമയത്ത് നമ്മൾ നിസ്സാരമായ വോട്ടിന് പരാജയപ്പെട്ട ചില വാർഡുകളുണ്ട്. അപ്പോൾ അവിടെ നല്ല രീതിയിലുള്ള ഒരു പഠനം നടത്തി ഏറ്റവും യോഗ്യമായ ഏറ്റവും കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയെ തന്നെ താഴെത്തട്ടിൽ വാർഡ് തലത്തിൽ ചർച്ച ചെയ്ത് നമ്മൾ മണ്ഡലം കമ്മിറ്റിക്ക് കൊടുത്തുകൊണ്ട് ആ രീതിയിലാണ് നമ്മൾ പ്രഖ്യാപനം നടത്തിയത്. നല്ല രീതിയിൽ ഒരു ഹോംവർക്ക് നടത്തിയിട്ട് തന്നെയാണ് നമ്മൾ സ്ഥാനാർത്ഥിത്വത്തിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പം 15 വാർഡുകളിൽ ഇവിടെ സ്ത്രീകളാണ്. സ്ത്രീകൾക്കും അതുപോലെ തന്നെ യുവാക്കൾക്കും എല്ലാം നമ്മുടെ ഏറ്റവും കുറഞ്ഞ പ്രായമുള്ള സ്ഥാനാർത്ഥി എത്ര വയസ്സാണ്? ഏറ്റവും ഒരു 32 ആണ് എന്നാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ 12 വോട്ടിന് താങ്കൾ ഒരു വാർഡിൽ നിന്ന് പരാജയപ്പെട്ടു. ഇത്തവണ എന്തുകൊണ്ടാണ് ജനവിധി തേടാൻ? അല്ല, അതേ വാർഡിൽ നമ്മളിപ്പം സംവരണമാണ്, വനിതാ സംവരണം. അപ്പോൾ ആ വാർഡിൻ്റെ ചുമതല എനിക്കിപ്പോഴാണ്. ഞാനാണ് ആ സ്ഥാനാർത്ഥി വിജയിപ്പിക്കാനുള്ള വാർഡ് ഇൻചാർജർ ഞാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ മറ്റൊരു വാർഡിൽ പോയി മത്സരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവിടെ ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ തുക്കലങ്ങാടിയെ സംബന്ധിച്ചോളം കഴിഞ്ഞ തവണ നഷ്ടമായ 12 വോട്ട് തിരിച്ചു പിടിച്ച് അവരെ ജയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. കഴിഞ്ഞ തുക്കലങ്ങാടി, ആമ്പലാട്, മൂരിയാടാണ് നമുക്ക് സംഘടനാപരമായി നല്ല ശക്തിയുള്ള സ്ഥലം, നല്ല സംഘടനാ സംവിധാനമുള്ള സ്ഥലം. പക്ഷേ താരതമ്യേന ഈ ചോരക്കുളം വാർഡിൽ നമുക്ക് സംഘടനാ സംവിധാനം കുറവാണ്. പക്ഷെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ട് എന്ന് നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത് കൂത്തുപറമ്പിലെ ഒരു പൊതു ചിത്രമാണ്, കേവലം ചോരക്കുളം വാർഡിൻ്റെ മാത്രമല്ല. നമ്മൾ 2010 കേവലം ഈ വാർഡിൽ BJP കിട്ടിയത് 55 വോട്ടാണ്. അപ്പം ഒരു 10 കൊല്ലം കൊണ്ടാണ് BJP ഇവിടെ ഭരിക്കുന്ന പ്രസ്ഥാനത്തിന് തൊട്ടു പുറകിൽ 12 വോട്ടിന് പുറകിൽ എത്തുക വെച്ചാൽ 2ാം സ്ഥാനത്തേക്ക് എത്തുക എന്ന് പറഞ്ഞത് മൊത്തത്തിൽ ഇത് കേവലം ചോരക്കുളം വാർഡിൻ്റെ മാത്രം വികാരമല്ല. നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച സമയത്ത് ജനങ്ങളെ നമ്മൾ പിന്തുണക്കാൻ തയ്യാറാകുന്നു. കാരണം ഇവിടെ ഇടതുപക്ഷ അവരുടെ സംഘടന, അവരുടെ ഒരു മുഷ്ക് രാഷ്ട്രീയത്തിനെതിരെ വലിയൊരു പ്രതിഷേധം ഉണ്ട്. അപ്പോൾ അത് BJP നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പിന്തുണ BJP. ഈ തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പ് നഗരസഭയിൽ എന്തൊക്കെ വികസന കാഴ്ചപ്പാടുകളാണ് BJP മുന്നോട്ട് വെക്കുന്നത്? വികസന കാഴ്ചപ്പാട് നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ വാർഡുകളിൽ ജയിച്ച് കയറി നമ്മുടെ ഒരു സാന്നിധ്യം തെളിയിക്കുക എന്നതാണ്. കഴിഞ്ഞ തവണ ഒരു വാർഡിലാണ് നിസ്സാര വോട്ടിനാണ് പിന്നെ ഒരു 2 വാർഡ് നമുക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വികസന കാഴ്ചപ്പാട് ഒരു ഭരണകക്ഷി രൂപത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് കൂടുതൽ ആളുകളെ വിജയിപ്പിച്ചെടുക്കണം. ആ രീതിയിൽ പ്രക്രിയ ഇപ്പം ഒരുപാട് ഇപ്പം നഗരസഭയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഉയർത്തി ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ 4 ടേം ഭരണസമിതി ആയി ഒരു ബസ് സ്റ്റാൻഡിൻ്റെ പുറകെ നടക്കുന്നു. സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവസാനം അവിടുത്തെ അന്നത്തെ ചെയർപേഴ്സൺ പറഞ്ഞത് ഇത്രയും കാലം ഇതിൻ്റെ പ്രവർത്തനം വൈകിപ്പോയത് ഹൈക്കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ഈ കേസുകളെല്ലാം തീർത്തു, നമ്മൾ സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മളെ പ്ലാനുകൾ അവതരിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് അതിൻ്റെ ബന്ധപ്പെട്ട പേപ്പർ നീക്കി നമ്മൾ പ്രവർത്തനം തുടങ്ങുന്നതാണ് എന്ന് കഴിഞ്ഞ പ്രാവശ്യം അവസാനം കൂത്തുപറമ്പിലെ മീഡിയ ആളുകളൊക്കെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ പത്രസമ്മേളനം സമ്മേളനം നടത്തിയത്. അതിനുശേഷം 5 വർഷമായി എന്ത് പ്രവർത്തനമാണ് അവർ ബസ് സ്റ്റാൻഡുമായി? അതേപോലെയാണ്. അതുപോലെ അവർക്ക് പറയാനൊരു കാരണവുമില്ല. കഴിഞ്ഞ ടേമിൽ അവർ പറഞ്ഞത് ഹൈക്കോടതിയിൽ കേസുണ്ട്, നമുക്ക് സ്ഥലം ഏറ്റെടുക്കാൻ പറ്റിയില്ല എന്നാണ്. അപ്പം അത് അവർ തരണം ചെയ്തു. ആ വിഷയമൊക്കെ മുന്നേറി അവർ പറയുന്നു. പക്ഷെ അതിൻ്റെ ഏറ്റവും ഒരു ഭീകരമായ ഒരു ചിത്രം എന്ന് വെച്ചാൽ അവരവിടെ ഒരു 15 റൂം കടയുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു പൊന്നോ ഫയർ വർക്ക്സ് നടത്തുന്ന, എൻ്റെ ഓർമ്മ ശരിയാണ്, രജീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്.
ഒരു അവധി ദിവസം വന്നുകൊണ്ട്, കാരണം അദ്ദേഹം കോടതിയിൽ പോയി ഒരു സ്റ്റേ ഓർഡർ വാങ്ങുമോ എന്ന് ഭയന്നുകൊണ്ട് അവർ അവധി ദിവസം ചെയർമാനും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും അവരുടെ നഗരസഭ ഫുൾ ടീമും വന്ന് ബലമായി ആ കടയുടെ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തു കൊണ്ടുപോയി JCB കൊണ്ട് അടിച്ച് തകർത്തു. ഇതിൻ്റെ ഉടമ ആ സമയത്ത് ഒരു ആത്മഹത്യാ ശ്രമം നടത്തി. അങ്ങനെ പോലീസ് അടക്കം ഇദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുവന്ന അവസ്ഥ വന്നു. എന്നിട്ട് ഇന്ന് അദ്ദേഹം ഈ പറയുന്ന രജീഷ് തൊട്ടടുത്ത ഒരു കടയിൽ വാടകക്ക് അയാൾ കട നടത്തുകയാണ്. 15 റൂം അയാൾക്ക് നഷ്ടപ്പെടുത്തി. അപ്പം നമ്മൾ ചോദിക്കുന്നത് വെച്ചാൽ അത് രജീഷിൻ്റെയും അവരും തമ്മിൽ വിഷയത്തിന് അപ്പുറത്തേക്ക് പ്രതിപക്ഷ പാർട്ടിയിൽ നമ്മൾ ചോദിക്കുന്നതിൽ അദ്ദേഹത്തെ മാറ്റിയിട്ട് ഇപ്പം ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ നമുക്കൊരു പരിധിവരെ അവരെടുത്ത ആ സ്റ്റെപ്പിനെ നമുക്ക് അംഗീകരിക്കാം. അദ്ദേഹത്തെ മാറ്റി അയാളെ 15 കടയും പൊളിച്ചിട്ട് അദ്ദേഹത്തിനെ വാടക റൂമിലാക്കിയിട്ട് അയാളെ വാടക കച്ചവടം. ഇന്ന് ആ സ്ഥലങ്ങൾ ഇങ്ങനെ ഒരു പ്രവർത്തനമില്ലാതെ നിൽക്കുന്ന സമയത്ത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിക്കാനുള്ള അവകാശം ഇല്ലാണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം പല രീതിയിലും പ്രതിഷേധ പരിപാടി എന്ന നിലയിലും ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. വേണ്ടത്ര രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ BJP കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ആത്മവിമർശനം നടത്തുന്നുണ്ടോ ഈ അവസരത്തിൽ? അല്ല, ആത്മവിമർശനം നടത്തുന്ന വെച്ചാൽ അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പല കാര്യങ്ങൾ പറഞ്ഞിട്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തന വകുപ്പിൽ ഞാൻ ജന്മഭൂമിയുടെ ലേഖകനും കൂടിയാണ്. നമ്മൾ പ്രസ് ഫോറത്തിൽ പറഞ്ഞ സമയത്ത് നമ്മൾ സഹപ്രവർത്തകരോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു അയാൾ വികസനത്തിനെതിരെ നിൽക്കുന്നു, ബസ് സ്റ്റാൻഡ് വന്നാൽ ഒരുപാട് കാര്യങ്ങളിൽ നടക്കുന്നില്ലേ. ശരി, നമ്മൾ ആ വാദത്തെ അംഗീകരിക്കുന്നു. പക്ഷെ അത് 5 വർഷം മുമ്പ് അത് കഴിഞ്ഞില്ലേ? ഈ 5 വർഷം അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലല്ലോ. അതാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം വെച്ചാൽ ഇപ്പം ഭരണകക്ഷി CPM ആണ്. അപ്പോൾ സംസ്ഥാന തലത്തിൽ എന്ത് രീതിയിൽ ഫയലുകൾ നീക്കാൻ അവർക്ക് പറ്റും. അവരുടെ MLA ഇടതുപക്ഷത്തിൻ്റെ ആളാണ്. സാധാരണ മറ്റ് വിഷയങ്ങൾ വരുന്ന സമയത്ത് അവർ പറയും കേന്ദ്ര ഫണ്ട് വരുന്നില്ല, കേന്ദ്രം നമ്മളോട് അങ്ങനെ മുഷ്ക് കാണിക്കുന്നു. ഈ കാര്യത്തിൽ ഇതൊന്നും കേന്ദ്രത്തിൻ്റെ പേരെ അവർക്ക് പറയാൻ പറ്റില്ല. സമാനമായൊരു സംഭവം കൂടിയുണ്ട്. റിംഗ് റോഡ് കൂത്തുപറമ്പിലെ ട്രാഫിക് പ്രശ്നം തീർക്കാൻ വേണ്ടി 2016 അവസാന ഘട്ടത്തിൽ ശൈലജ ടീച്ചർ 32 കോടി രൂപ പാസ്സാക്കിയ ഒരു പ്രൊജക്റ്റാണ്. തീർത്തും അത് സംസ്ഥാന സർക്കാരിൻ്റെ ആണെന്ന് അവർ വളരെ രീതിയിൽ കൊട്ടിഘോഷിക്കുന്നു. നമുക്കതിൽ ചോദിക്കാനുള്ളത് 32 കോടി രൂപ അന്ന് പാസ്സാക്കി 5 കൊല്ലമായി. ഇപ്പം എൻ്റെ വീടിൻ്റെ ഇപ്പം കുട്ടിക്കുന്ന് ആമ്പലാട്ട് റോഡ് വഴി ഇങ്ങനെ പഴയടുത്ത് വരുന്ന റോഡാണ്. എന്ത് പ്രവർത്തനമാണ് ഈ 5 കൊല്ലങ്ങൾ? ഇപ്പം ഈ അടുത്ത് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉയർത്തു വന്ന സമയത്ത് ഇവർ ഈ സ്ഥലം ഏറ്റെടുക്കുന്ന ചടങ്ങ് അവസാനം തീർത്തു. അതിൽ തന്നെ വലിയൊരു ചതിയുണ്ട്. 32 കോടി രൂപയിൽ 18 കോടി രൂപ നമ്മുടെ റോഡ് നിർമ്മാണത്തിനും 14 കോടി രൂപ ഈ സ്ഥലം ഏറ്റെടുപ്പിനാണ് ഫണ്ട് വകയിരുത്തത്. ആദ്യ സർവേയിൽ ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഈ 14 കോടി കൊണ്ട് സ്ഥലം ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇവരൊരു തന്ത്രം കൊണ്ടുവന്നു. തന്ത്രം എന്നല്ല, കുതന്ത്രം കൊണ്ടുവന്നു. ഇവരോട് പറഞ്ഞു നിങ്ങളൊരു എഫിഡവിറ്റ് തരണം. എഫിഡവിറ്റ് വെച്ചാൽ ഞാൻ ഈ റിംഗ് റോഡിന് വേണ്ടി സ്ഥലം കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ നമ്മോട് ജനങ്ങൾ അഭിപ്രായം ആരാഞ്ഞു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം വെറുതെ ഒരു രാഷ്ട്രീയമായി കാണാതെ അതിൻ്റെ നിയമപരമായ വശം അന്വേഷിക്കാൻ പോയ സമയത്ത് നമുക്ക് കിട്ടിയ നിയമോപദേശം ഞങ്ങളങ്ങനെ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാളെ എത്രയാണോ അധികാരികൾ നിശ്ചയിക്കുന്നത് ആ പൈസയെ കിട്ടും. അതിനെതിരെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ കൊടുത്ത എഫിഡവിറ്റാണ് അവർ കാണിച്ചു തരിക കോടതിയിൽ നിന്ന്. അപ്പോൾ ആ രീതിയിൽ പോകാൻ പാടില്ലെന്ന് പറയും. അപ്പോൾ നമ്മൾ മാത്രമല്ല, ഇവിടെ ഒരുപാട് ആളുകളുണ്ടല്ലോ, അവരും വ്യക്തിപരമായി അഡ്വക്കേറ്റുമാരെ സമീപിച്ച സമയത്ത് അവർക്കും അതേ നിയമോപദേശം ഏറ്റെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണോ റിംഗ് റോഡ് പൂർത്തിയാക്കാൻ പറ്റാത്തത്? അല്ല, സ്ഥലം ഏറ്റെടുക്കണമെങ്കിൽ ഇവർ ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യേണ്ടി. ഇപ്പം നിങ്ങളായാലും എൻ്റെ ആയാലും സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് അവർ വ്യക്തമായൊരു ചിത്രം കൊടുക്കണ്ടേ, നിങ്ങൾക്ക് ഇത്ര പൈസ തരും. ഇവർക്കൊന്നും പറയും. ഇവർ വന്നിട്ട് എഫിഡവിറ്റ് തരണമെന്ന് പറഞ്ഞാൽ കൊടുക്കുമോ? ഇപ്പോൾ 1/2 സെന്റ് പോകുന്ന കൂട്ടറുണ്ട്, 3 സെന്റ് പോകുന്ന കൂട്ടറുണ്ട്. എന്നിട്ട് ചോദിക്കുന്ന സമയത്ത് അവർ പറയാ മുമ്പത്തെ പോലെ നല്ല പൈസ നൽകുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് എന്താ ഒപ്പിടുന്നതിന് എന്ന് ആ രീതിയിലേക്ക് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാന്ന്. എന്നിട്ട് അവസാനം ചെയ്ത് ജനങ്ങൾ ആരും കൂടെ. പിന്നെ അതിൽ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ തൊട്ടടുത്ത വീട്ടിൽ പോയിട്ട് അവർ പറയും ഇന്നയാൾ ഒപ്പിട്ട് തന്നിട്ട് നിങ്ങളെ ഒപ്പിടാനുള്ളൂ. എന്നിട്ട് അവസാനം ചിത്രം വന്ന് നോക്കുമ്പോൾ 95% ആളുകൾ ഒപ്പിട്ടിട്ടില്ല. പിന്നീട് ഇവർ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാർ 2ാം പിണറായി സർക്കാരിൽ ഒന്നുകൂടി സമ്മർദ്ദം ചെലുത്തി 7 കോടി രൂപ ഈ 14 കൂടെ കൂട്ടിച്ചേർത്ത് 21 കോടി ആക്കിയിട്ടാണ് ആ പണം കൊണ്ടാണ് ഇപ്പോൾ ഈ പൈസ കൊടുത്തിട്ടുള്ളത്. BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വികസന കാഴ്ചപ്പാടിനെ പറ്റിയിട്ടായിരുന്നു നേരത്തെ ചോദിച്ചത്. വികസന കാഴ്ചപ്പാട് പിന്നെ ജനങ്ങൾ മുന്നിലേക്ക് ഉന്നയിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും നമ്മുടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരുപാട് ക്ഷേമ പദ്ധതികൾ നമ്മളറിയാം. നമ്മൾ സംസ്ഥാനം ഒരു ഫെഡറൽ സംവിധാനത്തിലൂടെയാണ് നടപ്പിലാക്കുന്നത്. വളരെ ചുരുക്കം പദ്ധതികൾ മാത്രമാണ് നേരിട്ട്. ഇപ്പം കിസാൻ സമ്മാൻ നിധി, അത് ഒരു കർഷകൻ നേരിട്ട് അപേക്ഷ കൊടുക്കുന്നു, നേരിട്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ. ബാക്കിയൊക്കെ അധികം നടപ്പിലാക്കേണ്ടത് നമ്മുടെ മുനിസിപ്പാലിറ്റി വഴിയാണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത, മോദി
എല്ലാവരും ഇപ്പം നമ്മളെ കിസാൻ സമ്മാൻ നിധിക്ക് പോലും മോദിയുടെ പൈസ എന്നാണ് പറയുന്നത്. ഇത് ഇവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു. ഏതെങ്കിലും ഒരാൾ കേന്ദ്ര സർക്കാരിനെ കുറിച്ചിട്ടുള്ള പദ്ധതികളെ കുറിച്ചിട്ട് CPM കൗൺസിലറോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെയൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് കിട്ടില്ല എന്നിട്ട് അവരെ നിരുത്സാഹപ്പെടുന്നു. സാധാരണക്കാരനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ MLA യും MP യും എല്ലാം വാർഡ് കൗൺസിലറാണ്. അതാണ് നമുക്ക് കൂത്തുപറമ്പ് നഗരസഭയിലുള്ള വോട്ടർമാരോട് പറയാനുള്ളത്. നിങ്ങൾ BJP കൗൺസിലർമാരെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കേന്ദ്ര പദ്ധതികൾ, എണ്ണിയാൽ ഒതുങ്ങാതെ പദ്ധതികളുണ്ട്. അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അപ്പം CPM കൗൺസിലർക്ക് സാധിക്കും. പക്ഷെ അവരെ വിഷയം എന്ന് വെച്ചാൽ മോദിയുടെ പദ്ധതി അദ്ദേഹത്തിന്റെ വാർഡിലേക്ക് കൊണ്ടുവന്നാൽ ജനങ്ങൾക്ക് മോദിയോട് പ്രീതി ഉണ്ടാകുമോ എന്ന ഭയം. ഒറ്റ ഉദാഹരണം നമുക്ക് പറയാം. കിസാൻ സമ്മാൻ നിധി ഞാൻ നേരത്തെ പറഞ്ഞു, അതൊരു മുനിസിപ്പാലിറ്റി നടപ്പിലാക്കിയ പദ്ധതിയല്ല. പക്ഷെ സാധാരണക്കാർ ജനങ്ങൾ ഇവിടുത്തെ കൗൺസിലർമാരോട് ചോദിച്ച സമയത്ത് അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ അഥവാ അതിന് പോയി ചോദിച്ചാൽ നാളെ കൃഷി നോക്കാൻ അവിടുന്ന് ആളുകൾ വരും, നിങ്ങൾക്ക് ലോണ് കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താണ്? കൂത്തുപറമ്പ് നഗരസഭയിൽ മാത്രം 4500 ആളുകളുണ്ട്. ഈ 4500ന്റെ ലിസ്റ്റ് പരിശോധിച്ചാൽ CPM-ലെ ലോക്കൽ സെക്രട്ടറിമാർ, അവരുടെ ബന്ധുക്കൾ എല്ലാം വാങ്ങുന്നുണ്ട്, ഗുണഭോക്താക്കൾ. അവർ ആദ്യ പട്ടികയിലുണ്ടാകുന്നു. ഇവരുടെ പ്രചരണം കേട്ട് ഇതിന് അപേക്ഷ കൊടുക്കാതെ കൂട്ടർ ഇപ്പൊ 21 ഗഡു കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവർ പോയി അപേക്ഷിക്കുന്നത് എപ്പോഴാ? 10ഉം 15ഉം ഗഡുവായ സമയത്താണ്. അപ്പൊ സാധാരണക്കാരന് കിട്ടേണ്ട പദ്ധതികൾ പോലും ഇവർ തെറ്റായ വെറും രാഷ്ട്രീയ തിമിരം തന്നെ വേണം പറയാം. ഇപ്പം വേറൊരു കാര്യം പറയാം. അപ്പം നമ്മുടെ നഗരസഭയിൽ തന്നെ ഒരുപാട് കേന്ദ്രത്തിന്റെ ഫണ്ടുകൾ, സ്വച്ഛ് ഭാരത് മിഷന്റെ വക, ഒരിക്കൽ പോലും അവരുടെ ഉദ്ഘാടന സമയത്ത് ഒരു വാക്ക് പോലും പറയില്ല. പക്ഷെ നേരെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഔദ്യോഗിക നൃത്തമായിട്ട് അവരുടെ ഫണ്ട്, ഇപ്പം NHM-ന്റെ നാഷണൽ ഹെൽത്ത് മിഷന്റെ ഒരുപാട് ഫണ്ടുകൾ കൂത്തുപറമ്പ് നഗരസഭയിലുണ്ട്. അതിന്റെ ഫണ്ട് കൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ ഹോസ്പിറ്റൽ ഉദ്ഘാടനം നടന്നു. ഹോസ്പിറ്റലിൽ ഉദ്ഘാടനം നടന്ന സമയത്ത് വെറും ഒരു ബിൽഡിംഗ് ആണ് അവിടെ ഉദ്ഘാടനം ചെയ്തത്. ഒരു തസ്തിക അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഇവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത്? നമ്മൾ ചോദിക്കുന്ന ചോദ്യം, ഇവരുടെ MLA അല്ലേ, ഇവരുടെ മന്ത്രിയല്ലേ, ഇവരുടെ മുഖ്യമന്ത്രിയല്ലേ? മുഖ്യമന്ത്രി ഈ പ്രദേശത്തിൽ ഇപ്പം എന്താണ് അതിനകത്ത് BJP ഉന്നയിക്കുന്നത്? കാരണം ഇത് ഒരു പദ്ധതി കൊണ്ടുവരുന്ന സമയത്ത് അതിന്റെ പൂർണ്ണതരത്തിൽ ഒരു പഠനം നടത്തുന്നില്ല. പെട്ടെന്ന് ഒരു പ്രൊജക്ട് വരുന്നു, ഫ്രെയിം മാത്രമേ. ഇത് പെട്ടെന്നൊരു ഫണ്ട് വരുന്ന സമയത്ത് ആ ഫണ്ട് അനുസൃതമായി പ്രവർത്തനങ്ങൾ നടക്കണ്ടേ? ഒരു ബിൽഡിങ്ങിന്റെ പ്രവർത്തനം നടക്കുന്നതോടൊപ്പം തന്നെ അവിടെയുള്ള തസ്തികത്തെ കുറിച്ചിട്ടും അവരുടെ MLA തലത്തിലും ഭരണതലത്തിലും ചർച്ച നടക്കണ്ടേ? ഒരു തസ്തിക അവർക്ക് തുറക്കാൻ പറ്റുമോ? ഇപ്പം മുഖ്യമന്ത്രി അടക്കം പറഞ്ഞു കേരളത്തിൽ ഇതേപോലുള്ള താലൂക്ക് ആശുപത്രി ഉണ്ടോ എന്ന് സംശയമാണ്. നമ്മൾ അംഗീകരിക്കുന്നു, നല്ല രീതിയിൽ സംവിധാനങ്ങളുണ്ട്. പക്ഷെ അത് ജനങ്ങൾക്കെന്ന ഉപകാരം. ഇപ്പൊ ഇന്ന് ഒരു വ്യക്തി പോയി കഴിഞ്ഞാൽ പുതിയ ബ്ലോക്കിലേക്കൊക്കെ പോകാൻ പറ്റുമോ? അത് പുതിയ ബ്ലോക്കിലേക്ക് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പം പ്രൈവറ്റിൽ ഒരുപാട് വലിയ എക്സ്പെൻസുള്ള സമയത്ത് സാധാരണക്കാർ ആശ്രയിക്കുന്ന ഹോസ്പിറ്റലിൽ അത് അവർക്ക് സേവനം കിട്ടണമെങ്കിൽ കൂടുതൽ ഒറ്റയടിക്ക് നടക്കുമോ? ഘട്ടഘട്ടമായിട്ടല്ലേ? ഒരു തസ്തിക ഞങ്ങൾ ചോദിക്കുന്നു, ഒരു തസ്തിക ഇത്രയും വലിയ കോടികൾ ചെലവാക്കുന്ന സമയത്ത് ഇവർക്കൊരു തസ്തിക അവർക്ക് സൃഷ്ടിക്കാൻ സാധിച്ചോ? പിന്നെ അതുപോലെ തന്നെ എല്ലാ ഹോസ്പിറ്റലിലും 5 രൂപയാണ്, ഇവിടെ 10 രൂപയാണ് വാങ്ങുന്നത്. ചോദിച്ച സമയത്ത് അവർ OP ചാർജ് ഒരു സ്ഥലത്തും ഇല്ല. വലിയ രീതിയിൽ BJP പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞു ഇവർ കുറേ പഠിച്ചു വെക്കുന്ന കുറേ ഇതുണ്ട്. അതിദാരിദ്ര്യർക്ക് നമ്മൾ 5 രൂപയില്ലല്ലോ. അതിദാരിദ്ര്യം എത്രയുള്ളത്? കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റി അതിദാരിദ്ര്യം എത്രയുള്ളത്? അപ്പം ഇങ്ങനെ ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ഇവർ പല രീതിയിലും നടത്തുന്നു. എന്നിട്ട് ഇപ്പം തലശ്ശേരി ഇതേപോലെ തന്നെ കൂടുതൽ രോഗികൾ വരുന്ന സ്ഥലത്താണ്. അപ്പോൾ 5 രൂപ അവർ 5 രൂപ തന്നെയാണ് വാങ്ങുന്നത്. ഇപ്പോൾ കേന്ദ്രവുമായി ബന്ധപ്പെടുന്ന എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇവരുടെ തെറ്റുണ്ടെങ്കിൽ അവർ മറച്ചു വെച്ചാൽ കേന്ദ്രത്തിനെ വെക്കും. ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ അവർക്ക് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ തസ്തിക പൂർണ്ണമായും ഉണ്ടാക്കേണ്ടത് കേരള സർക്കാരാണ്. അപ്പം നമ്മൾ ചോദിച്ചു, അവരോട് ചോദിക്കാൻ അവർക്ക് ഉത്തരവില്ല. അവർ സമീപ ഭാവിയിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെ ഒരു ചർച്ചയിൽ അപ്പുറത്തേക്ക് ഇപ്പം എല്ലാ പ്രതിഷേധങ്ങളും ഇപ്പോൾ വേണ്ടത്ര രീതിയിലേക്ക് ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു BJP-യുടെ ഒരു പ്രതിനിധിയാണ് നഗരസഭയിലുള്ളത്. പക്ഷെ ആ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ഇടപെടൽ നടത്താൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ 5 വർഷം അതിന് മുന്നത്തെ ഒരു 10 വർഷമായിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ വല്ലാതെ വോട്ട് കൂടിയിട്ടുണ്ട്, നമ്മുടെ സാന്നിധ്യം വളരെ നല്ല രീതിയിൽ നഗരസഭയിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്തുകൊണ്ടാണ് പറ്റാതെ? ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ സാധാരണക്കാരുമായി ബന്ധപ്പെടുന്ന കൗൺസിലർമാരുടെ ജയിച്ചു. നമ്മളിപ്പോൾ നഗരസഭയുടെ ചിത്രം മനസ്സിലാക്കാം. ഇപ്പം കൂത്തുപറമ്പ് ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഒരു സാധാരണക്കാരന് ഒരു BJP പ്രവർത്തകന്റെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റൂല. അപ്പോൾ അവനോട് ചോദിക്കും, നീ എന്തിനാ അദ്ദേഹത്തിന് അടുത്ത് പോകുന്നു? നമുക്കിവിടെ നമ്മൾ കൗൺസിലറല്ലേ? ഇതിനൊരു മാറ്റം വരണമെങ്കിൽ BJP-യുടെ ജയിച്ചു കയറണം. അതുകൊണ്ട് നമ്മൾ ജനകീയ പ്രശ്നങ്ങളിൽ നഗരസഭയിൽ വേണ്ടത്ര ഇടപെടൽ BJP നടത്തിയിട്ടുണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, ആ രൂപത്തിലല്ല പറയാം. സാധാരണ കൂത്തുപറമ്പിൽ ഇപ്പം അക്രമ രാഷ്ട്രീയവും ഇല്ലെങ്കിലും CPM-ന്റെ മുഷ്ക് എല്ലാ ഗ്രാമത്തിലും നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ഞാൻ വ്യക്തിപരമായിട്ട് അനുഭവം ഞാൻ പറയാം. ഞാനൊക്കെ ഒരുപാട്
എന്നുള്ള കല്യാണങ്ങളൊക്കെ പോകും. ചില വീടുകളിൽ അവർ ചോദിക്കും, നിങ്ങൾ എന്തിനാ അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്? ഇതേ കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, അങ്ങനെ ചോദിക്കാൻ മാത്രം അവർക്ക് എങ്ങനെ നാവുമെന്ന് തോന്നും. ഇപ്പം നമ്മളെ സ്വാധീന സ്ഥലത്ത് എത്ര ആൾ കല്യാണത്തിന് വരുന്നുണ്ട്. അപ്പം ആ രീതിയിൽ, കാരണം അവർ ഈ കാലഘട്ടത്തിലൊന്നുമല്ല ജീവിക്കുന്നത്. കാരണം ഒരാൾക്ക് സ്വതന്ത്രമായി ഒരാളെ, ഇതിലെൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ താമസിക്കുന്നത് വളരെ സംഘത്തിനും BJPക്കൊക്കെ വലിയ സ്വാധീനം തൊട്ടടുത്തുള്ള തുക്കലങ്ങാടി പോലത്തെ ഒരു സ്ഥലത്തിൻ്റെ അടുത്ത് ഞാൻ താമസിക്കുന്നത്. അപ്പം നമുക്കങ്ങനെ സ്വാധീന സ്ഥലമല്ലാത്ത സ്ഥലത്ത് ഏതൊക്കെ രീതിയിൽ നമ്മുടെ അനുഭാവികളെ വേട്ടയാടുന്നുണ്ട് എനിക്കറിയാം. എനിക്കത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മളൊക്കെ ഒരു കാലഘട്ടത്തെ അനുഭവിച്ചതാണ്. നമ്മളിപ്പോൾ അതിനെ നമ്മൾ മുതിർന്ന് വളർന്ന് വന്ന് ചുമതലയിലിരിച്ച് ഇതിനൊക്കെ തരണം ചെയ്തതാണ്. അപ്പോൾ കൂത്തുപറമ്പിലെ ഈ ഒരു ഇപ്പം നമ്മുടെ 2 വാർഡുകളിൽ അവർ ഭീഷണിപ്പെടുത്തിയിട്ട് ഒപ്പിട്ട ആളെ പിന്തിരിപ്പിച്ചു. ഈ ഒപ്പ് പിന്നെ താൻ ഇട്ടതല്ലാന്ന് അല്ല, ആ രീതിയിൽ അവർ പറയിപ്പിക്കും. ഇപ്പം ഞങ്ങൾ ചോദിക്കുന്നത് എതിർക്കാലോ. അതിന് നിയമപരമായി നിൽക്കണമെങ്കിൽ ഇവർ നമ്മുടെ കൂടെ നിൽക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അറിയാം, ഒരു ചെറുപ്പക്കാരനാണ് നമുക്ക് ഒപ്പിട്ടുന്നുണ്ടെങ്കിൽ ഇവർ പോയിട്ട് ബന്ധപ്പെടുന്ന ആരെയാ? അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അനിയനെ അല്ല അമ്മാവനെ, എൻ്റെ മകൻ്റെ കാര്യം ഭീഷണി അവരോട് പാർട്ടിയോട് കളിക്കാൻ പല രൂപത്തിലാണ്. ചില കൂട്ടർ സ്നേഹരൂപത്തിൽ പറയും, ഇതാ പാർട്ടിക്കാരോട് കളിക്കാൻ നിൽക്കണ്ടേ. അപ്പം ആളുകളെ സംബന്ധിച്ചോളം വെച്ചാൽ അവർ നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ പോയി സമീപിക്കും, അവരോട് സഹകരിക്കുന്നത്. പക്ഷെ അവൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യവും അല്ല അവൻ്റെ സ്വൈര ജീവിതം തകർത്തിട്ടൊന്നും അവൻ ഒപ്പിടാൻ വരില്ല. ഇതൊക്കെ ഇപ്പോഴും കൂത്തുപറപ്പ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഒരു വാർഡിൽ സ്വതന്ത്ര മറ്റ് എതിരാളികളില്ലാതെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അവർ കോൺഗ്രസിനെയും BJPനെയും ഒരേപോലെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ BJP അനുഭാവി ഒപ്പിട്ടത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ പത്രിക പിൻവലിച്ചു. അപ്പോൾ അത് ഞങ്ങളൊരിക്കലും അതൊരു സംഘടനാ ദൗർബല്യമായി നമ്മൾ കാണുന്നില്ല. കാരണം വെച്ചാൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ സഹായിച്ചൊരു വ്യക്തി വന്ന് നമ്മുടെ സങ്കടം പറയുമ്പോൾ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. നമുക്ക് കേവലം ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ എത്ര വാർഡുകളിലാണ് ഇപ്പം പത്രിക തള്ളിയതും അല്ല പിൻവലിച്ചതുമായിട്ട്? 4 വാർഡുകളിലാണ് മത്സരിക്കും. അല്ല, 2 സ്ഥലത്ത് നമുക്ക് പിന്തുണക്കാൻ ആളില്ല. പിന്തുണക്കാൻ ആളില്ല എന്ന് ഞാൻ പറഞ്ഞത്, ആളൊക്കെ ഉണ്ട്. ഈ ആളുകൾ ഇവർ ധൈര്യപൂർവ്വം മുന്നോട്ട് വരുന്നില്ല. മറ്റു 2 സ്ഥലത്ത് ഈ രീതിയിലുള്ള സ്വാധീനത്തിൻ്റെ പേരിൽ പിൻവലിക്കേണ്ട ഒരു സാഹചര്യം വന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ പിൻവലിച്ചു. നമ്മൾ കേവലം എന്നറിയാം, നമ്മളൊക്കെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത്, നമുക്ക് കേവലം ഒരു 2 വാർഡിന് വേണ്ടി 2 കുടുംബങ്ങളെ വലിയ ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടേണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ മനുഷ്യത്വത്തിൻ്റെ പേരിൽ അവർ വന്ന് നമ്മളോട് സങ്കടം പറയുമ്പോൾ നമ്മൾ കേൾക്കും. കഴിഞ്ഞ തവണ ഈ 3 വാർഡിലാണ് നിങ്ങൾ ഏകദേശം 2 വാർഡ്, ഒരു വാർഡിൽ 12, ഒരു വാർഡിൽ 39. എൻ്റെ ശരിയാണെങ്കിൽ പിന്നെ ഒരു വാർഡിൽ അങ്ങനെ 3 വാർഡിലാണ് നിങ്ങൾ ഏകദേശം ഇഞ്ചോടിഞ്ച് ഒരിടത്തിലേക്ക് നിങ്ങൾക്ക് 2ാം സ്ഥാനത്ത് എന്ന് പറയുന്ന പോലെ തന്നെ വന്നത്. ഇത്തവണ BJPയുടെ പ്രതീക്ഷ എന്താണ്? BJP ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് നല്ല വിജയപ്രതീക്ഷ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പം നമ്മളിപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ മാത്രം ബേസ് ചെയ്തിട്ട് നമ്മുടെ വിജയപ്രതീക്ഷ പറയുന്നത് ശരിയല്ല. ഞാൻ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചു, 2010 55 വോട്ട് കിട്ടിയ ചോരക്കുളത്ത് 2020 നമ്മൾ 12 വോട്ടിന് പുറകിൽ വരുമെങ്കിൽ കൂത്തുപറമ്പിൽ അത്ഭുതങ്ങൾ നടക്കും. ഇപ്പോൾ തൃക്കണ്ണാപുരം മേഖലയിൽ നമ്മൾ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തും. നമ്മൾ വിജയിക്കാൻ തന്നെയാണ്. നമ്മളിപ്പോൾ ഇത്ര വാർഡിൽ ജയിക്കും എന്ന് പറയുന്നത് ശരിയല്ല, നമ്മൾ വിജയിക്കാൻ തന്നെയാണ്. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ പിന്തുണയുണ്ട്. നമ്മൾ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു തവണ നിങ്ങളുടെ വാർഡിൽ BJPയെ ജയിപ്പിക്കും. അതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് നമ്മുടെ 8ാം വാർഡ് സുഷന മാറോളി. കൂത്തുപറമ്പ് നഗരസഭയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു കൗൺസിലറാണ്. അവിടെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം, നമ്മുടെ കേന്ദ്രത്തിൻ്റെ ഒരുപാട് ഫണ്ട്, ഇപ്പം സദാനന്ദ മാഷ് MP-യുടെ ഒരു ഫണ്ട് നമുക്ക് ലഭിച്ചു, 10 ലക്ഷം രൂപയാണ് ആ വാർഡിന്. ആ വാർഡിന് എന്ന് പറയുന്ന സമയത്ത് ആ നാട്ടുകാർക്കല്ലേ ഉപകാരം, അത് ഉപയോഗിക്കുന്നത് BJPക്കാർ മാത്രമൊന്നുമല്ല, നാട്ടുകാരല്ലേ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഇവർ കേന്ദ്രവുമായിട്ട് കൈകോർക്കാൻ തയ്യാറല്ല. അപ്പോൾ സദാനന്ദ മാഷ് MP ആയ സമയത്ത് തന്നെ സ്വാഭാവികമായിട്ടും ഇവർക്ക് കേന്ദ്രവുമായി ബന്ധപ്പെടാനുള്ള ഒരു ചാനലാണ്. നമ്മൾ നാട്ടുകാരനാണല്ലോ സദാനന്ദ മാഷ്. സ്വാഭാവികമായിട്ട് അവരെന്താ പറഞ്ഞത്, അക്രമ രാഷ്ട്രീയം ചർച്ച ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് സദാനന്ദ മാഷ് MP ആക്കിയത്. പക്ഷേ ഇപ്പോൾ നടന്നതെന്താണ്, കണ്ണൂർ ജില്ലയിൽ മാത്രം 2 കോടി രൂപ പാസാക്കി. അപ്പം നമുക്ക് കേന്ദ്രവുമായിട്ട് കേന്ദ്ര പദ്ധതികളിലേക്ക് കൊണ്ടുവരുന്ന എല്ലാവരും, ഇപ്പം നമ്മളിപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. അവർ ഇലക്ഷൻ സമയത്ത് വളരെ ശക്തമായി ഫൈറ്റ് ചെയ്തില്ലെങ്കിലും ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സംസ്ഥാനത്തിന് വേണ്ടി അവർ ഒറ്റക്കെട്ടായി നിൽക്കും. അപ്പോൾ റെയിൽവേ ഇപ്പോൾ കുറേ കാലഘട്ടമായി നമുക്കന്ന് പരിശോധിക്കാൻ പറ്റും. കേരളത്തിൽ അത് നടക്കുന്നില്ല. കേരളത്തിൽ ഈ രാഷ്ട്രീയ അന്ധത കൊണ്ട്, കാരണം കേരള സർക്കാരും മോദി സർക്കാരും തമ്മിൽ വലിയ പ്രശ്നങ്ങളില്ലാണ്ട് പോകുന്നുണ്ടല്ലോ. അല്ല, വലിയ പ്രശ്നങ്ങളില്ലാണ്ട് പോകുന്നില്ല, അർഹമായിട്ടുള്ളതെല്ലാം വാങ്ങിച്ചെടുക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ടല്ലോ. അല്ല, ശ്രമങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ ഫെഡറൽ സംവിധാനത്തിൽ സാധാരണക്കാരന് കിട്ടേണ്ട പല ക്ഷേമ പദ്ധതികൾക്കൊന്നും പച്ചക്കൊടി കാട്ടാൻ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ഈ പറയുന്ന ഗ്രാമപഞ്ചായത്ത് തരത്തിലുള്ള മെമ്പർമാർ തയ്യാറാകുന്നില്ല. അവരുടെ ഭയം ഇത്രയേ ഉള്ളൂ,
കേന്ദ്ര പദ്ധതി കിട്ടിയാൽ ജനങ്ങൾക്ക് നിങ്ങളിപ്പോൾ ആരോപിക്കുന്ന ഒരു കാര്യമാണ് കേന്ദ്ര പദ്ധതികളെല്ലാം ഈ സംസ്ഥാന പദ്ധതികളായും പ്രാദേശിക സർക്കാർ പദ്ധതികളായിട്ടൊക്കെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അതെ, അതാണ് പറഞ്ഞത്. ഇപ്പം ജലജീവൻ മിഷന്റെ ഒരുപാട് പ്രൊജക്റ്റുകൾ കൂത്തുറമ്പിൽ നടക്കുന്നുണ്ട്. അപ്പം ഒരിക്കലും അവര് ഒരു സ്ഥലത്ത് പോലും മോദിയുടെ ഫോട്ടോ അവരെ അതിൽ പതിക്കാറില്ല. മനസ്സിലായില്ലേ? അതൊരു വിഹിതത്തിന്റെ ഇത്ര വിഹിതം അല്ല, വിഹിതമാകുമ്പോ ചെറിയൊരു വിഹിതം അല്ല, നല്ലൊരു ശതമാനം കൊടുക്കുന്ന കേന്ദ്രത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കാതിരിക്കുക, അതിൽ ചെറിയൊരു വിഹിതം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വണ്ണത്തിൽ വെക്കുന്നത് അതെന്ത് ന്യായമാണ്? ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടണമെങ്കിൽ നമ്മൾ BJPയുടെ പ്രതിനിധികൾ എത്തേണ്ട സ്ഥലത്ത് നമ്മൾ, അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് 8-ാം വാർഡ്. കൂത്തുപറമ്പ് നഗരസഭയിലുള്ള ഏതൊരാളും ഒന്ന് 8-ാം വാർഡിൽ പോയിട്ട് അവിടെ നടത്തിയ ഒരു ഇച്ഛാശക്തിയുള്ളൊരു മെമ്പർക്ക് ഇവിടുത്തെ സംസ്ഥാനത്തിന്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെയും ക്ഷേമ പദ്ധതികൾ എന്തൊക്കെ അവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്ന് 8-ാം വാർഡിൽ പോയി നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് 10 ലക്ഷം രൂപ നഗരസഭക്ക് കൊടുക്കാൻ പറ്റാത്തൊരു ഫണ്ട്. കാരണം അവിടെ ഏകദേശം 400 മീറ്റർ റോഡ് ഉണ്ടായിരുന്നു, 200 മീറ്റർ മാത്രമേ അവർ തറയത്, ബാക്കിയുള്ളത് അവർ ഏറ്റെടുത്ത് ചെയ്യാൻ പോവാം. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ BJP മെമ്പർമാർ വരികയാണെങ്കിൽ ഇത്തരം ഇടപെടൽ നടത്തുമെന്നാണ് താങ്കൾ പറയുന്നത്? നിശ്ചയമായിട്ടും. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇപ്പോഴത്തെ CPMന്റെ അവസ്ഥ എന്തെന്നാണ്. ഇപ്പം ശബരിമല വിഷയത്തിൽ നമ്മൾ ഒക്കെ ഏറ്റവും കൂടുതൽ ശബരിമല ഇവിടുന്ന് ഓരോ ഗ്രാമങ്ങളിൽ നിന്ന് അയ്യപ്പ ഭക്തന്മാർ പോകുന്നു. അപ്പൊ അവരുടെ ഉള്ളിലുള്ള ആ അയ്യപ്പ ചൈതന്യത്തിൽ അവിടെ നമ്മൾ കാണിക്കായിടുന്ന പൈസ കൊണ്ട് അവിടെ വെച്ച സ്വർണം വരെ അടിച്ചു മാറ്റുന്നു. ഇപ്പൊ കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മൾ കണ്ടു CPMന്റെ കൗൺസിലർ എന്ന് പറഞ്ഞാൽ കേവലം നമ്മൾ വിചാരിക്കേണ്ട ഒരു വാർഡ് ഇലക്ഷന് പിടിച്ച് ഉണ്ടാക്കിയ കൗൺസിലർ അല്ല അയാൾ 18 വയസ്സ് മുതൽ DYFIയുടെയും യൂണിറ്റ് ചുമതല, CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി അംഗം, പിന്നെ 4.25 കൊല്ലം വാർഡ് കൗൺസിലറായ ഒരാൾ ഒരു വീട്ടിൽ പോയിട്ട് ഒരു വീട്ടമ്മയുടെ സ്വർണം പൊട്ടിക്കുന്ന രീതിയിലേക്ക് ആ പാർട്ടി ഇത്ര തരംതാണ് പോയി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ വിഷയം അവർക്കെതിരെ വരുന്ന സമയത്ത് അവർ പൊത്തിവെക്കാൻ ശ്രമിച്ച സമയത്ത് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയും മാധ്യമങ്ങളും നടത്തിയ ഇടപെടലാണ് അത് പുറത്തു കൊണ്ടത്. പോലീസും നല്ല രീതിയിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷേ പോലീസിന്റെ ഭാഗത്തൊരു സമ്മർദ്ദം ചെലുത്താൻ അവർ ശ്രമിച്ച സമയത്ത് പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും ഒന്നിച്ച് കൂത്തുപറമ്പിലെത്തിയപ്പോൾ പോലീസിന് ഒരു രീതിയിലും, അല്ലെങ്കിൽ പോലീസ് മറച്ചു വെക്കുമെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ ഒരു വലിയ ശ്രമം അവരുടെയൊക്കെ ഇത്രയും വലിയൊരു നാണക്കേട് ഒരു പാർട്ടി നേരിടുമോ? സാധാരണ ഒരു പ്രദേശത്ത് ഇത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ നടക്കുമ്പോൾ ഓടിയെത്തി ആ വീട്ടുകാർക്ക് തണലായി നിൽക്കേണ്ട ഒരു കൗൺസിലർ ഒരു വീട്ടമ്മയുടെ ഒരു മീൻ മുറിക്കാൻ ഒരു സ്വസ്ഥമായിട്ട് വീട്ടിൽ നിന്ന് മീൻ മുറിക്കാൻ വിടാത്ത കൗൺസിലർമാരുള്ള ഒരു സ്ഥലമായി കൂത്തുപറമ്പ് മാറിയില്ലേ? CPMന് ഇതിൽ വലിയൊരു ഞാൻ പറയുന്ന കാര്യം, ഇത് സ്വർണ്ണവേട്ടയിൽ ഒരുപാട് ആരോപണങ്ങൾ അവർ നേരിട്ടിട്ടുണ്ട്. അവരുടെ പല പ്രവർത്തകന്മാരും വരവിൽ കൂടുതൽ സ്വത്ത് സമ്പാദിച്ചിട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഒരു പാർട്ടിയുടെ മുഖമായി നിൽക്കുന്ന ഒരു കൗൺസിലർ അടക്കം ഒരു വീട്ടമ്മയുടെ മാല പൊട്ടിക്കുന്ന രീതിയിലേക്ക് മാറണമെങ്കിൽ ആ പാർട്ടിയുടെ അധോഗതിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രയും അതുകൊണ്ട് ഒരു പ്രതിഷേധം ജനങ്ങളെടുക്കുന്നത്. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ വിഷയം ശക്തമായി ഉയർത്തിക്കൊണ്ടുവന്നത് BJPയാണ്. വലിയ രീതിയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് BJPയാണ്. സ്വാഭാവികമായിട്ടും ജനങ്ങൾ BJPയെ വലിയ ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന രീതിയിൽ തന്നെ നോക്കിക്കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഭരണകക്ഷിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ പ്രതികരിക്കാൻ ശക്തിയിലെ പാർട്ടിയായിട്ട് BJPനെ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി നമുക്ക് എല്ലാ വാർഡുകളിലും അതിൻ്റെതായ മുന്നേറ്റം കാണാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വ്യക്തിപരമായി ദൂഷ്യമുള്ള ആളുകളുണ്ടാവും. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് CPM അതിനെ തള്ളിപ്പറയുകയും ചെയ്തു. അല്ല, അങ്ങനെയല്ല. അത് കേവലം നിസ്സാരമായി, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. കേവലം ഒരു തെരഞ്ഞെടുപ്പിൽ പ്രൊജക്റ്റ് ചെയ്തൊരു നേതാവല്ല രാജേഷ്. 18 വയസ്സ് മുതൽ അവരുടെ പാർട്ടിയുടെ കേഡർ പ്രവർത്തകനായി വളർന്ന ഒരാളാണ്. അങ്ങനെ ഒരു പ്രവർത്തകന് വീട്ടിൽ കയറി മാല പൊട്ടിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ അദ്ദേഹം ഒരു സ്പിരിറ്റ് കേസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ന്യായീകരിക്കല്ല, നമുക്കൊരു പരിധിവരെ മനസ്സിലാക്കാൻ പറ്റും. ഇതല്ലല്ലോ ഒരു വീട്ടമ്മയുടെ സ്വർണ്ണമാല പൊട്ടിക്കുന്ന രീതിയിലേക്ക് അത്തപ്പത്തിക്കുക എന്ന് പറയുന്ന സമയത്ത് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ആ സംഭവം നടന്ന സമയത്ത് ആരെങ്കിലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം. അതുകൊണ്ട് CPM ഞങ്ങൾ ഒരു ജനപ്രതിനിധി ഒരു കാലത്തും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം 100%. അപ്പോൾ CPM ആകെ പ്രതിരോധിക്കപ്പെട്ടു. കാരണം അവരൊക്കെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ അവരങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടാൻ വേറെ രക്ഷയില്ല. അപ്പോൾ അവരുടെ ഒരുപാട് പ്രവർത്തകന്മാരുടെ സ്വർണ്ണ രാഷ്ട്രീയ പ്രസ്ഥാനത്ത് മുഴുവൻ തള്ളി പറയാൻ പറ്റില്ലല്ലോ. അല്ല, അങ്ങനെയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട റേഷ്യോ എങ്ങനെയാണ്? കൂത്തുപറമ്പിൽ ഇവരുമായി ബന്ധപ്പെടുന്ന ആളുകളുടെ ഒരുപാട് പ്രാദേശിക നേതാക്കന്മാരുടെ വരവിൽ കൂടുതൽ, ഇപ്പോൾ സാധാരണ പാർട്ടി വലിയ രീതിയിൽ കേഡർ പാർട്ടി നമ്മൾ പഠിക്കുന്ന പാർട്ടിയാണെന്നൊക്കെ പറയുന്നത്, ഇവരുടെ ഒരുപാട് പ്രവർത്തകന്മാർ
ഒരു പണിക്കും പോവാണ്ട് 75-80 ലക്ഷം റുപ്യൻ്റെ വീട് എങ്ങനെ എടുക്കുന്നു? കൂത്തുപറമ്പ് ചർച്ച ചെയ്യണ്ടേ? പാർട്ടി ചർച്ച ചെയ്യണ്ടേ? ഒരു വീട് അവർക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. അവർ നിത്യേന നിയമേന വണ്ടികൾ യാത്ര ചെയ്യുന്നു, ഒരുപാട് ആളുകളെ കൂട്ടി യാത്ര ചെയ്യുന്നു, അവരൊക്കെ ഭക്ഷണം വാങ്ങി കൊടുക്കുന്നു. അവിടെ ഒരു ഓരോ നാട്ടു രാജാക്കന്മാരായി ഇവിടെ ജീവിക്കുകയാണ്. ഞാൻ ഒരാളുടെ പേരെടുത്ത് പറയാൻ ആയിരിക്കില്ല. ഇവർക്ക് എങ്ങനെയാണ് ഫണ്ട്? അങ്ങനെ വലിയൊരു ഇത്രയും ഒരു സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ആ പാർട്ടി അതിനെക്കുറിച്ചിട്ട് ഒരു സ്റ്റഡി ചെയ്യാൻ തയ്യാറാകണ്ടേ? പിന്നെ എക്കാലത്തും പ്രതിപക്ഷ സ്വരത്തെ ഇല്ലാണ്ടാക്കി ഏകപക്ഷീയമായി ഭരിക്കാനാണ് CPM-ന് താല്പര്യം. അതിൻ്റെ ഭാഗമാണ് 95-ൽ BJP-ക്ക് പ്രതിനിധി ഉണ്ടായിരുന്നു, 2000-ലുണ്ടായിരുന്നു, 2005-ലുണ്ടായിരുന്നു. ഇവരെങ്ങനെയാണ് ഇതിനെ തരണം ചെയ്തെന്ന് അറിയുന്നത്? തുക്കലങ്ങാടി വാർഡിനെ 3 കിലോമീറ്റർ ആക്കിയിട്ട് നീളത്തിൽ കൊണ്ടേ മുറിച്ചിട്ടാണ് BJP-യുടെ വിജയത്തെ അവർ ഇല്ലാണ്ടാക്കിയത്. അപ്പോൾ ഇവരെപ്പോഴും പ്രതിപക്ഷ പാർട്ടി എന്നല്ല, BJP-യുടെ സ്വരത്തെ ഇവർ ഭയക്കുന്നു എന്നതാണ്. ഇത്തവണ എന്തായാലും BJP കഴിഞ്ഞ തവണത്തേനേക്കാളും മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് താങ്കൾ പറയുന്നത്. 100%. നമ്മളൊക്കെ പൊതുരംഗത്തിൽ വോട്ടറാണ്. നമ്മളെ ഇനിയും കാണേണ്ടവരാണ്. നിങ്ങൾ നോക്കിക്കോ, BJP-ന്റെ പ്രോഗ്രസ് ലെവൽ അത്രയും നല്ല രീതിയിൽ BJP പ്രവർത്തിക്കുന്നുണ്ട്. ജനപിന്തുണ നല്ല രീതിയിലുണ്ടാവും. ശക്തമായ നല്ലൊരു വിജയം BJP-ക്ക് ഉണ്ടാവും. 1995, 2000, 2005 3 തവണ BJP ജയിച്ചു കയറിയ സമയത്ത് ഒരു പ്രതിപക്ഷത്തിൻ്റെ ജോലി BJP എടുക്കുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അവർ കളിച്ച ഒരു കളിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 3 കിലോമീറ്ററിലെ വാർഡ്. 3 കിലോമീറ്ററാണ് ഒരു വാർഡിൻ്റെ ദൂരം. ഇപ്പം സമാനമായ സംഭവം കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ തിളങ്ങിയ സുശന മാറോളി, അവരുടെ വാർഡ് അവർക്ക് ഒരിക്കലും അതേ രീതിയിൽ നിലനിർത്തി ഒരിക്കലും അവർ ജയിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് BJP-യുടെ വോട്ട് ലഭിക്കുന്ന പ്രദേശത്തെ ഏകദേശം ഒരു 100-120 വോട്ട് അവർ മറ്റു വാർഡുകളിലേക്ക് പോവുകയും ഒരു 150 പുതിയ CPM-ന് നല്ല സ്വാധീനമുള്ള ഭാഗവും കൂടി ചേർന്നു. നമ്മളാരും പരാതി കൊടുത്തിരുന്നു. പക്ഷെ നമുക്കറിയാം ഭരണകക്ഷി എന്നുള്ള രൂപത്തിലുള്ള സ്വാധീനം അവർ പല രീതിയിലും നമ്മൾ പറ്റുന്ന എല്ലാ രീതിയിലും അതിനൊരു പ്രതിഷേധിച്ചിരുന്നു. നമ്മൾ പരാതി കൊടുത്തിരുന്നു. പക്ഷെ നമുക്ക് അതിന് ഫലം കണ്ടില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ പറയുന്നു, ആ 8 വാർഡിലുണ്ടായ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ മികവ് കൊണ്ട് ആ വാർഡ് നമ്മൾ ഗംഭീരമായി ജയിച്ചു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു കുറേ അക്രമ രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങൾ. ഇപ്പോഴും CPM-ന് മാറ്റം ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ വാർഡിൽ, ഈ 2ാം വാർഡിൽ 2 തവണകളായിട്ട് അവർ 5 പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചു. ഇപ്പോൾ ഇവിടെ കുറ്റിക്കാട് 13ാം വാർഡിൽ BJP-യുടെ സ്ഥാനാർത്ഥി വെച്ച ബോർഡ് നീക്കം ചെയ്ത് CPM-ന്റെ ബോർഡ് വെച്ചു. ഇതെല്ലാം നമ്മൾ പോലീസിൽ പരാതി കൊടുക്കുന്നുണ്ട്. ഇവർ വളരെ കൂടുതലായിട്ട് അവരെ ബോർഡ് സംരക്ഷിക്കേണ്ട ആവശ്യം നമുക്കില്ല എന്ന് പറഞ്ഞിട്ട് വളരെ ഹുങ്ക് രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത്. കാരണം അവരുടെ പ്രവർത്തകരെ കൊണ്ട് തന്നെ അവർ ചെയ്യിപ്പിക്കുക, എന്നിട്ട് അവർ നിഷേധിക്കുക. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കണം. കാരണം എല്ലാവരും കൂടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മുമ്പ് കൂത്തുപറമ്പിൻ്റെ ചരിത്രം പല രീതിയിലാണെങ്കിൽ ഇന്നിപ്പോൾ ആരും അക്രമത്തോടൊന്നും ആർക്കും യോജിപ്പില്ല. പക്ഷേ ചില സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ എല്ലാ ഭാഗത്തും പരിവർത്തനം ഉണ്ടായിരുന്നു. ചില കൂട്ടർക്ക് ഇന്നും ആ കൂത്തുപറമ്പിൻ്റെ ആ ദുഷ്പേര് വെച്ച് കാര്യങ്ങൾ നടത്താനോ എങ്കിൽ മാത്രമേ അവർക്ക് സമാധാന അന്തരീക്ഷത്തിൽ അവർക്ക് പേരില്ല. എന്നാൽ BJP ഇത്തവണ ഈ കൂത്തുപറമ്പ് നഗരസഭ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വികസന കാഴ്ചപ്പാടുകൾ മാത്രം മുന്നോട്ട് വെച്ചാണ്. 100%. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഉണ്ട്, നിശ്ചയമായും സംസ്ഥാന സർക്കാരിൻ്റെ. ഇവിടെ പലപ്പോഴും പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന സംസ്ഥാന സർക്കാരിൻ്റെ മാത്രമാണ്. ഈ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ക്ഷേമ പദ്ധതികൾ സാധാരണക്കാരനായ ആളുകൾക്ക് എത്തിച്ചുകൊണ്ട് ജനങ്ങൾക്ക് 100% അവർക്ക് എല്ലാ പദ്ധതികൾക്കും അവരെ ഭാഗമാക്കാൻ വേണ്ടി BJP-യുടെ സ്ഥാനാർത്ഥി വിജയിച്ചാൽ അതിൻ്റെ ഒരു മാറ്റം കൂത്തുപറമ്പ് നഗരസഭയിലുണ്ടാവും. അതിനുവേണ്ടി BJP പ്രതിനിധികളെ വിജയിപ്പിക്കണമെന്നാണ് BJP-യുടെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഏതായാലും നല്ലൊരു വിജയം ആശംസിക്കുന്നു. ഓക്കെ, നേരം ഈ തിരക്കിനടക്കം നമ്മളോട് സംസാരിച്ചത്. ഓക്കെ, ശരി, താങ്ക് യു. ജനസമക്ഷത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത അധ്യായത്തിൽ മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.